കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടൈപ്പിസ്റ്റിന്റെ ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു ലോങ് ബാച്ചിന്റെ പ്രത്യേകത മുൻ വർഷങ്ങളിൽ നടത്തിയ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും വിശകലനം ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ടോപ്പിക് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് അതിൻ്റെ റിവിഷൻ മറ്റ് കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് വരാനിരിക്കുന്ന പരീക്ഷകളിൽ നല്ലൊരു റാങ്ക് എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ടൈപ്പിസ്റ്റ് എക്സാമുകൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ് വേരിയസ് തുടങ്ങിയ എക്സാമുകളിൽ ടൈപ്പിസ്റ്റ് പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടൈപ്പിസ്റ്റ് എക്സാമുകളിൽ PSCയുടെ പുതിയ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആ ചോദ്യങ്ങളെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു തയ്യാറെടുപ്പ് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഈസ് നോട്ട് എ പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ്? തന്നിരിക്കുന്നവയിൽ പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. നോക്കിയേ, ഓപ്ഷൻ മൗസ്, ടച്ച് സ്ക്രീൻ, ട്രാക്ക് പാഡ് ആൻഡ് പഞ്ച് കാർഡ് റീഡർ. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പഞ്ച് കാർഡ് റീഡർ ആണ് ശരി ഉത്തരം. പഞ്ച് കാർഡ് റീഡർ നമുക്കറിയാം, നമ്മുടെ ATM പോലെയുള്ള കാർഡുകൾ റീഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം. ഇതെന്താണ്? ഒരു പോയിന്റിംഗ് ഡിവൈസ് അല്ല. പോയിന്റിംഗ് ഡിവൈസ് അല്ല, പക്ഷേ ഇതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അത് ആലോചിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? ദ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ OS മാനേജ് ആൾ ദ റിസോഴ്സസ് ഓഫ് എ കമ്പ്യൂട്ടർ. ദ OS പ്രൊവൈഡ്സ് ആൻ ഇന്റർഫേസ് ടു ദി യൂസർ. ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഓർഡർ ഈസ് ഡിസൈഡഡ് ബൈ ദ OS വെൻ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് നീഡഡ് ടു ബി റൺ. ഇവിടെയും ശരി ഉത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിയായ പ്രസ്താവനകളാവാം, പ്രസ്താവനയാവാം. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മുകളിൽ തന്നിരിക്കുന്ന മുഴുവൻ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് എന്നതാണ് ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? താഴെ തന്നിരിക്കുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? ക്വസ്റ്റ്യൻ ചെറുതാണെങ്കിലും കുറച്ച് ചിന്തിച്ച് ആൻസർ എഴുതേണ്ട ചോദ്യമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, വെബ് ബ്രൗസർ, ഇന്റർപ്രറ്റർ. വിച്ച് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? വെബ് ബ്രൗസർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്ന കാര്യം ഓർക്കണം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കമ്പ്യൂട്ടർ cannot boot if it does not have the. എന്താണ്? എന്തില്ലെങ്കിലാണ് ബൂട്ടിങ് നടക്കാത്തത്? cannot. നോക്കിയേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എങ്കിൽ അവിടെ എന്ത് നടക്കില്ല? ബൂട്ടിങ് നടക്കില്ല എന്നതാണ് ശരി ഉത്തരം. ഓക്കെ ആണല്ലോ? എ കമ്പ്യൂട്ടർ cannot boot if it does not have the ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് നടക്കില്ല? ബൂട്ടിങ് നടക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡാഷ് മാനുവൽ ടെൽസ് യു ഹൗ ടു യൂസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ദ ഡാഷ് മാനുവൽ ടെൽസ് യു ഹൗ to use a software program. ഡോക്യുമെന്റേഷൻ, പ്രോഗ്രാമിംഗ്, യൂസർ, ടെക്നിക്കൽ. അപ്പോൾ ഈ ഒരു ഡാഷിന്റെ പ്ലേസിൽ എന്താണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ദ യൂസർ മാനുവൽ ടെൽസ് യു ഹൗ ടു യൂസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്താണ് നമ്മളോട് പറയുന്നത്? യൂസർ മാനുവൽ ആണ്. കാണിച്ചു തരുന്നത് യൂസർ മാനുവൽ ആണ്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ അക്രോണിം BIOS or BIOS stands for? എന്താണ് BIOS അഥവാ BIOS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്രോണിം BIOS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്.
പക്ഷേ കുറച്ച് ശ്രദ്ധിക്കണം. ശരി ഉത്തരം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് ബയോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ തെറ്റായ ഉത്തരങ്ങൾ വായിക്കുന്നില്ല കേട്ടോ, തെറ്റായ ഉത്തരങ്ങൾ വായിക്കുന്നില്ല. ബയോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ് ബയോസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? താഴെ തന്നിരിക്കുന്നവയിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ശ്രദ്ധിക്കണം. ഇവിടെ നോട്ട് ചോദ്യങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഏതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. വായിച്ചു കേട്ടപ്പോഴേ ഒരുവിധം എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണമല്ലാത്തത്. ബാക്കിയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ന കാര്യം ആലോചിക്കണം. പക്ഷെ അല്ലാത്തത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ്, ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഇൻടാഞ്ചിബിൾ ഇൻസ്ട്രക്ഷൻസ്. ഇതിന്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത്. ദാറ്റ് ടെൽസ് ദ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു ഈസ്. ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ intangible instructions that tells the computer what to do is. എന്താണ് കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഇൻടാഞ്ചിബിൾ ഇൻസ്ട്രക്ഷൻസ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ അല്ലാത്ത, അതായത് സ്പർശിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ. ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഇൻടാഞ്ചിബിൾ ഇൻസ്ട്രക്ഷൻസ്, സ്പർശിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ. ദാറ്റ് ടെൽസ് ദ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന നിർദ്ദേശങ്ങളാണ്. പക്ഷേ അത് ഇൻടാഞ്ചിബിൾ ആണ്. നോക്കി, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സ്റ്റോറേജ്, നൺ ഓഫ് ദി എബോവ്. ഉത്തരം നമുക്കറിയാം സോഫ്റ്റ്വെയർ ആണ്. കാരണം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തല്ല, ടാഞ്ചിബിൾ അല്ല. സോഫ്റ്റ്വെയർസിനെ ഒന്നും നമുക്ക് ഹാർഡ്വെയർസിനെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല എന്ന കാര്യം ഓർക്കുക. നെക്സ്റ്റ്, ജിയോമെട്രിക് അറേഞ്ച്മെന്റ്സ് ഓഫ് ഡിവൈസ് on the network is called. Geographical arrangements of device on the network is called topology, protocols, media, LAN. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് നമ്മൾ കേൾക്കുന്നതാണ്. ഇവിടെ നെറ്റ്വർക്കിനെ ജിയോമെട്രിക്കായി അറേഞ്ച് ചെയ്യുന്നത് ഏതാണ്? ടോപ്പോളജിയാണ് ആൻസർ. ഏതാണ്? ടോപ്പോളജിയാണ് ആൻസർ. ശ്രദ്ധിക്കുക, ടോപ്പോളജിയാണ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മോഡം? എന്താണ് മോഡത്തിന്റെ ഫംഗ്ഷൻ? കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഓപ്ഷൻസ് വായിച്ച് നോക്കിയേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? അതായത് ഇവിടുത്തെ മോഡത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? എൻകറപ്ഷൻ ആൻഡ് ഡീകറപ്ഷൻ, കൺവെർട്ട് ഡേറ്റ ടു വോയിസ്, കൺവെർട്ട് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ ആൻഡ് വൈസ് വേഴ്സ, നൺ ഓഫ് ദി എബോവ്. ഒരുവിധം വായിച്ചു നോക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായി കാണും. ഓപ്ഷൻ സി ആണ് കൺവെർട്ട് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ, വൈസ് വേഴ്സ. അതിനെ തിരിച്ചും എന്ത് ചെയ്യാറുണ്ട്? ചെയ്യാറുണ്ട്. അതായത് ഡിജിറ്റലിനെ അനലോഗിലേക്കും കൺവെർട്ട് ചെയ്യാറുണ്ട്. ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗിലേക്കും കൺവെർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെയും നമുക്ക് മനസ്സിലായി ആൻസർ എന്താണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഡാഷ് ഈസ് യൂസ്ഡ് ടു റീഡ് ഹാർഡ് റിട്ടൺ ഓർ പ്രിന്റഡ് ടെക്സ്റ്റ് ടു മേക്ക് എ ഡിജിറ്റൽ ഇമേജ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി. എ ഡാഷ് ഈസ് യൂസ്ഡ് ടു റീഡ് ഹാൻഡ് റിട്ടൺ ഓർ പ്രിന്റഡ് ടെക്സ്റ്റ് ടു മേക്ക് എ ഡിജിറ്റൽ ഇമേജ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി. ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമേജുകളാക്കി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി മെമ്മറിയിലേക്ക് ഉപയോഗിക്കുന്ന ഉപകരണം പ്രിന്റർ, ലേസർ ബീം, സ്കാനർ, ടച്ച് പാഡ്. നമുക്കറിയാം നമ്മൾ റീഡബിൾ ആയിട്ടുള്ള ഹാൻഡ് റിട്ടൺ ഇതൊക്കെ സ്കാൻ ചെയ്താണ് എന്ത് ചെയ്യാറുള്ളത്? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് കൊടുക്കാറുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്കാനർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ OCR ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ്. OCR ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ്. OCR എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിസിറ്റി ബില്ല്, ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ബിൽസ്, ആൾ ഓഫ് ദി എബോവ്. ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? OCR യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസർ. നെക്സ്റ്റ് നോക്കാം. എക്സ്പാൻഡഡ് CD-ROM. CD-ROM എന്താണ്? CD-ROM. ക്വസ്റ്റ്യൻ ചെറുതാണെങ്കിലും ആൻസറിലേക്ക് നിങ്ങൾ ഓപ്ഷനിലേക്ക് വന്നേ. ഓപ്ഷൻ വായിച്ച് നോക്കുക. കൺഫ്യൂഷൻ ഉണ്ടാവുമോ? കൺഫ്യൂഷൻ ഇല്ല. എന്താണ്? കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടുത്തെ ശരി ഉത്തരം നോക്കിയേ.
കോമ്പാക്ട് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി. കോമ്പാക്ട് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി എന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. HDMI ഈസ്, എന്താണ് HDMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്ഷൻ എല്ലാം ഞാൻ വായിക്കുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. HDMI എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്നാണ് HDMI-യുടെ ഫുൾ ഫോം. നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SCSI? SCSI എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് ടേംസ് നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. കുറേ നാൾ ഇത് ചോദിക്കാതിരുന്നു എന്ന് കരുതി ഇനി ചോദിക്കില്ല എന്ന് ആരും പറയുന്നില്ല. കാരണം ഇനി കുറേ നാൾ ചോദിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആരും നോക്കാതെ പോകുന്ന അറിയാം PSCക്ക്. അപ്പൊ വീണ്ടും ഇതെന്ത് ചെയ്യും? ചോദിക്കും. ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ആൻസർ നോക്കിയേ. സ്മാൾ കമ്പ്യൂട്ടർ സ്റ്റാൻഡേർഡ് ഇന്റർഫേസ്. സ്മാൾ കമ്പ്യൂട്ടർ സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് എന്നതാണ് SCSI എന്നതിന്റെ ഫുൾ ഫോം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് PSCയുടെ ചോദ്യം ചെറുതായി പോയി അല്ലെങ്കിൽ ചോദ്യം സിമ്പിൾ ആയി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിക്കപ്പോഴും പരീക്ഷകളിൽ നമുക്ക് 1-2 മാർക്കൊക്കെ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ പഠിക്കുന്നതിലൂടെ നഷ്ടപ്പെടാം. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇനി വരുന്ന പരീക്ഷകൾക്ക്, അതായത് ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാമുകൾക്ക് വളരെ തുടക്കത്തിലെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് 100 മാർക്ക് എന്ന് പറയുന്നത് വലിയ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ നമ്മൾ എഫർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 100 മാർക്കിന് വേണ്ടി, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും വളരെ കവർ ചെയ്തുള്ള ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം, റിവിഷൻ ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പഠനത്തെ കുറച്ചുകൂടി അവർക്ക് സിമ്പിൾ ആക്കുന്നതിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ടൈപ്പിസ്റ്റിൻ്റെ ലോങ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പഠിക്കാൻ സാധിക്കും. ഈ ഒരു ലോങ് ബാച്ചിൻ്റെ പ്രത്യേകത, മുൻ വർഷങ്ങളിൽ നടത്തിയ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും വിശകലനം ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ടോപ്പിക് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് അതിൻ്റെ റിവിഷൻ മറ്റ് കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് വരാനിരിക്കുന്ന പരീക്ഷകളിൽ നല്ലൊരു റാങ്ക് എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അപ്പോൾ ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃത്യമായി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ CC തയ്യാറാണ്. അപ്പം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നല്ല രീതിയിലുള്ളൊരു പഠനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ട് ഇനി തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ് ഓൾ ഓഫ് യു.